എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ശ്രേഷ്ഠമായ പത്മിനി ഏകാദശി നാളെയാണല്ലോ. ഇന്ന് രാവിലെ 5:10 ആരംഭിച്ച തിഥി നാളെ രാവിലെ 6:21 വരെയാണ്. കമല ഏകാദശി എന്നും അറിയപ്പെടുന്ന ഈ ഏകാദശി അധിക മാസമായ പുരുഷോത്തമ മാസത്തിൽ വരുന്നതിനാൽ പുരുഷോത്തമ ഏകാദശി എന്നും അറിയപ്പെടുന്നു. 2.5 അഥവാ 3 വർഷം കൂടുമ്പോഴാണ് അധിക മാസം വരുന്നത്. അതുകൊണ്ട് ഈ ഏകാദശി വരുന്നതും 3 വർഷത്തിൽ ഒരിക്കലാണ്. 2023 ഈ ഏകാദശി ആചരിച്ചത് ജൂലൈ മാസം 29 ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ അധിക മാസം ആത്മീയ ശുദ്ധീകരണം, ദാനധർമ്മം, പ്രാർത്ഥന എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. പത്മപുരാണം അനുസരിച്ച് ഭഗവാൻ വിഷ്ണു സ്വന്തം അവതാരമായ പുരുഷോത്തമൻ്റെ പേര് നൽകി ഈ മാസത്തെ അനുഗ്രഹിച്ചു. ഈ കാലത്ത് ഉപവസിക്കുക, ജപിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവയെല്ലാം ആത്മീയ നേട്ടങ്ങൾ നൽകുകയും പാപങ്ങൾ മായ്ക്കുകയും ചെയ്യും. ഈ വർഷം 2026 മെയ് 17 തുടങ്ങി ജൂൺ 15 അവസാനിക്കുന്ന പുരുഷോത്തമ മാസത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്ക് നാളെ ആചരിക്കേണ്ട സംഗതികളെക്കുറിച്ചും മറ്റും മനസ്സിലാക്കാം. നാളത്തെ പുരുഷോത്തമ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബുധനാഴ്ചയും ചേർന്നു വരുന്നു എന്നുള്ളതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഈ പുണ്യദിനത്തിൽ വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകും എന്നാണ് വിശ്വാസം. നാളത്തെ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ദേവന് പ്രിയപ്പെട്ട അവൽ സമർപ്പിക്കുന്നത് ജീവിതത്തിൽ സമാധാനം നൽകുകയും ഐശ്വര്യത്തിനും ധനസമൃദ്ധിക്കും കാരണമാവുകയും ചെയ്യും. മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദശമി ദിവസം ഒരിക്കൽ ഊണായി വ്രതമെടുത്ത് ഏകാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാന് തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക. നാളത്തെ ദിവസം പൂർണ്ണ ഉപവാസമായോ സാധിക്കാത്തവർ സാത്വികമായ ഭക്ഷണം മാത്രം കഴിച്ചു വ്രതമനുഷ്ഠിക്കുക. മറ്റന്നാൾ 28-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണ വീടാൻ സാധിച്ചാൽ ഉത്തമമാണ്. നാളത്തെ ദിനം ശ്രീകൃഷ്ണ ഭഗവാന് സുദർശന പുഷ്പാഞ്ജലി നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ദുരിതമോചനം നൽകി ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കുന്നതിന് ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ഹരിവാസരം പൂർണ്ണ സമയവും നാളെ വരുന്നതിനാൽ നാളത്തെ ദിവസം മുഴുവൻ നാമജപത്തിൽ മുഴുകുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് കാരണമാകും. കൂടാതെ നാളത്തെ ദിവസം നാഗദേവതയ്ക്ക് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾ അകലാൻ സഹായിക്കും. വളരെ പ്രാധാന്യമുള്ള അതിശ്രേഷ്ഠമായ പുരുഷോത്തമ ഏകാദശി യഥാവിധി ആചരിച്ച് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമം സരസീരുഹാക്ഷമമലം ദുർവാങ്കുരശ്യാമളം വിദ്യുത്കോടിനിഭപ്രഭാംബരധരം വീരാസനാധിഷ്ഠിതം വാമാംഗോപരി സംസ്ഥിതാം ജനഗജാമാലിംഗ്യതാം ബഹുനാ തത്വം ചാപരപാണിനാ മുനിഗണാനാജ്ഞാപയന്തം ഭജേ.